ഇതാ പ്രവാചക ഗണത്തിൽ, പ്രവാചക ശിഷ്യന്മാരിൽ ഒരു എലീശയെ കാണാം. താൻ സാധാരണ ജോലി, താൻ അപ്പന്റെ വയലിൽ കാളകളെ പൂട്ടി അവിടെ അധ്വാനിക്കുകയാണ്, കൃഷി ചെയ്യുന്നവനാണ്. പക്ഷെ വിളി വന്നു, പുതപ്പ് വീണു. പിന്നെ നാം വായിക്കുന്നത് താൻ എല്ലാം വിറ്റ് കളഞ്ഞ് താൻ ഏലിയാവിന്റെ പുറയിൽ തിരിച്ചു ഇറങ്ങുകയാണ്. ഞാനൊരു ദൂത് പറയാം. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവത്തിന്റെ പ്രൊഫറ്റിക് മാന്റൽ, ആ വിളി, ആ കോൾ, ആ പരിശുദ്ധാത്മാവിന്റെ ആ നിയോഗങ്ങൾ, അന്ത്യകാലത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തികളുടെ ആ വിളി ഏലിയാവ് എലീശയുടെ മേൽ എറിഞ്ഞതുപോലെ നമ്മുടെ മേൽ ദൈവം എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പലരുടെ മേൽ വീണു. പുതപ്പ് വീഴാത്തതിന്റെ പ്രോബ്ലം അല്ല, പുതപ്പ് വീണ് കഴിഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ദൈവശബ്ദം നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഈ പുതപ്പിനൊരു വിലയുണ്ട്. ഹല്ലേലൂയ. അടുത്തൊരു പുതപ്പിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യണമെങ്കിൽ ഒരു വിലയുണ്ട്. പിന്നെ നാം കാണുന്നത് എലീശ ഏലിയാവിനെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ഏകദേശം 6 നീണ്ട വർഷങ്ങൾ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിക്കുന്ന, ഏലിയാവിന്റെ അസിസ്റ്റന്റായി ഈ പ്രവചനാത്മാവ് ചുമക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ സേവിച്ച്, ശുശ്രൂഷിച്ച്, തന്നെ തന്നെ ഏൽപ്പിച്ച്, സമർപ്പിച്ച്, വിധേയപ്പെട്ട്, തന്നെ തന്നെ ഒഴുക്കി പോകുന്ന ഒരു ശിഷ്യനായി എലീശ വെളിപ്പെട്ടു. ഏലിയാവ് എടുക്കപ്പെടുന്ന ആ ഒരു ദിവസമായി 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ നീണ്ട 6 വർഷങ്ങൾ എലീശ ഏലിയാവിനോട് കൂടെ നടന്നു. വിശ്വസ്തനായിരുന്നു, കൂറുപുലർത്തി, വിധേയപ്പെട്ടു, സ്നേഹിച്ചു, അനുസരിച്ചു. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ രാജാവും യഹൂദ രാജാവും അവർ വലിയൊരു പ്രതിസന്ധിയിലായി ഈദോമിന്റെ നേരെ യുദ്ധം ചെയ്യാൻ പോയതാണ്. എന്നാൽ യഹോശാഫാത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച് ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്തൊരു സീസണായപ്പോൾ ഏലിയാവ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇസ്രായേലിൽ ആവശ്യം വന്നപ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അന്വേഷിക്കുവാൻ യഹോശാഫാത്ത് രാജാവ് അന്വേഷിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ശബ്ദം അറിയിക്കുവാൻ ഒരു പ്രവാചകനുണ്ട്. The world, the kings and the authorities are searching for a man who can bring God's voice. രാജ്യങ്ങൾ, രാജാക്കന്മാർ, അധികാരികൾ, പ്രസിഡന്റുകൾ, പ്രൈം മിനിസ്റ്ററുകൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ശബ്ദം കൊണ്ടുവരുവാൻ ഇന്ന് എന്താ സാധാരണ അധികാരികൾ ചെയ്യുന്നത്, രാജാക്കന്മാർ ചെയ്യുന്നത്, പ്രതിനിധികൾ ചെയ്യുന്നത്? അവർ ദൈവിക ആലോചനകളെ ആവിചാരം ചെയ്തും, മന്ത്രവാദം ചെയ്തും, വിച്ച്ക്രാഫ്റ്റ് ചെയ്തും, ദുർമന്ത്രവാദം ചെയ്തും, ആ ലെവലിൽ നിന്ന് ഒക്കൽറ്റിലൂടെ മാജിക് ചെയ്ത്, ബ്ലാക്ക് മാജിക്, വൈറ്റ് മാജിക് ഒക്കെ ചെയ്ത് ആ സോഴ്സിലൂടെ ഭാവി അറിയുവാൻ നോക്കുമ്പോൾ ഒരു അന്വേഷണം, ഒരു ചോദ്യം: യഹോവയുടെ ശബ്ദം ഒരു പ്രവാചകനുണ്ടോ? പ്രവാചക ആത്മാവുള്ള ഒരു വ്യക്തിയുണ്ടോ? ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ആലോചനകൾ പറയുവാൻ ഒരു വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുവനുണ്ട്. There is one. ഏലിയാവിന്റെ കയ്യിൽ വിശ്വസ്തയോട് വെള്ളമൊഴിച്ച ഒരുവനുണ്ട്. സാഫാത്തിന്റെ മകനായ എലീശ. ദൈവത്തിന്റെ വചനം അവന്റെ പക്കലുണ്ട്. അവന്റെ ചെവി തുറന്നു, അവന്റെ കണ്ണു തുറന്ന് അവന് ദൈവത്തിന്റെ ആലോചന നമ്മോട് പറയുവാൻ കഴിയും. എലീശ, the man who paid the price, who went through the process. ഹല്ലേലൂയ. 6 വർഷങ്ങൾ. ഇന്നിപ്പോ നമുക്കറിയാം, ഒരു ടെസ്റ്റ് ആയിരുന്നു ഇതെല്ലാം. അന്ന് എലീശയ്ക്ക് അറിയത്തില്ല. ഒത്തിരി പ്രവാചക മക്കൾ കൊണ്ട് കൂടെ അവർ ദൂരത്ത് നിന്ന് നോക്കിയപ്പോൾ അവർക്കെല്ലാം അറിയാം ഏലിയാവ് എടുക്കപ്പെടുന്ന ദിവസമായി. സ്തോത്രം. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. 4 ലെവലുകൾ അവിടെയും എലീശയുടെ ജീവിതത്തിലും കാണാം. ഏലിയാവ് എടുക്കപ്പെടുവാൻ പോകുകയാണ്. ഏലിയാവ് പറയും, നീ ഇവിടെ നിന്നാ മതി. എലീശ, നീ ഇവിടെ നിന്നാ മതി, ഗിൽഗാലിൽ നിന്നാ മതി, എനിക്ക് വലിയൊരു ദൗത്യമുണ്ട്, ഞാൻ പോവുകയാ. യഹോവയാണ്, നിന്റെ പ്രാണനാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. And Elijah said, you tarry in Gilgal, I must go to Bethel. But Elisha said, as the Lord liveth and as thy soul liveth, I will not leave thee. So they went down to Bethel. Hallelujah. ഗിൽഗാലിൽ നിന്ന് ബെഥേലിലേക്ക് യാത്ര, ബെഥേലിൽ നിന്ന് യെരിക്കോയിലേക്ക് യാത്ര, യെരിക്കോയിൽ നിന്ന് യോർദാൻ കടന്നൊരു യാത്ര. അവിടെ എല്ലാം ഏലിയാവ് പറയാ, നീ ഇവിടെ നിൽക്ക്, ഗിൽഗാൽ സുഖകരം. ഗിൽഗാൽ എന്താണ് കാണിക്കുന്നത്? ഗിൽഗാൽ 40 വർഷത്തെ മരുഭൂമി പ്രയാണം കഴിഞ്ഞ് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ച ആ സ്ഥലമാണ് ഗിൽഗാൽ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഗിൽഗാലിൽ വെച്ചാണ് ദൈവം ഇസ്രായേൽ മക്കളോട് യോശുവയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവിടെ പരിച്ഛേദന കഴിക്കണം. എല്ലാ പുരുഷന്മാരുടെയും അഗ്രചർമ്മം ചെയ്യണം, പരിച്ഛേദന കഴിക്കണം. That's the place of separation. വീണ്ടും ആ ജഡം മാറണം. ഗിൽഗാൽ എന്താണ് കാണിക്കുന്നത്? അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് നീ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് വന്നു. അവിടെ that's the place of separation. വീണ്ടും ഗിൽഗാൽ നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മുടെ സ്വയം മരിക്കുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ ജഡം മരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ പ്രാപിച്ച നമ്മുടെ ആദ്യ സമയങ്ങളാണ്. ഏലിയാവ് പറയാ, മക്കളെ, അല്പം പാടാ,
നീ ഗിൽഗാലിൽ തന്നെ നിന്നാ മതി, നിന്റെ ആദ്യ അനുഭവങ്ങളിൽ തന്നെ നിന്നാ മതി. എലീശ പറയുക, യഹോവയാണേ നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല. ഐ ആം ആഫ്റ്റർ ഗോഡ്സ് പർപ്പസസ്. ഏലിയാവിന്റെ പിന്നിൽ എലീശ പോകുവാൻ കാരണം ഏലിയാവിനൊരു സ്നേഹം ഉണ്ടായിരുന്നു, ഏലിയാവിനൊരു ബന്ധം ഉണ്ടായിരുന്നു. ഏലിയാവ് തന്റെ യജമാനായിരുന്നു, ഏലിയാവ് തന്റെ അപ്പനായിരുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഏലിയാവിനെ കയറിപ്പിടിച്ച ദൈവത്തിന്റെ ഒരു എരിവുണ്ടായിരുന്നു ഏലിയാവിന്റെ ഉള്ളിൽ. എലീശയുടെ ഉള്ളിലും ഒരു പുതപ്പ് കിട്ടുമല്ലോ, ഒരു സ്ഥാനം കിട്ടുമല്ലോ, ഒരു പൊസിഷൻ കിട്ടുമല്ലോ, ഒരു പ്ലേസ് കിട്ടുമല്ലോ. നോ നോ നോ, he was not after titles and positions. He was not after human accolades. മനുഷ്യർക്ക് എന്ത് കൊടുക്കുവാൻ കഴിയുമെന്നുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. His heart was burning. He is the God of Israel. Hallelujah. തന്റെ അപ്പനെ പിടിച്ച ഏലിയാവിനെ പിടിച്ചതുപോലെ ഇസ്രായേലിന്റെ ദൈവമല്ലേ ജീവിക്കുന്ന ദൈവം. രാജ്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ സാക്ഷ്യം എന്തായി തീരും? നമ്മളല്ലേ വെളിച്ചം. യഹോവയുടെ ഭവനം തകർന്നു പോയാൽ, യഹോവയുടെ നാമം ദുഷിച്ചു പോയാൽ, ഓ യെസ്, എലീശയുടെ ഹൃദയത്തിൽ ആ ഒരു ഹൃദയം, the God of Elijah, the God of Israel, yes, the God of Abraham, Isaac and Jacob. Hallelujah. എലീശയുടെ ഉള്ളിൽ ദൈവത്തോടും ദൈവവേലയോടും ഒരു ഭയങ്കര അതിതീവ്രമായ ഒരു എരി. നാം ഗിൽഗാലിൽ നിന്ന് പോകുമോ? ആദ്യ അനുഭവങ്ങളിൽ നിന്ന് പോകുമോ? ഗിൽഗാലിൽ നിന്ന് പിന്നെ അടുത്തൊരു യാത്രയാണ് ബത്തേൽ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്കറിയാം, യാക്കോബ് ഓടിപ്പോകുകയാണ് തന്റെ ഭവനത്തിൽ നിന്ന്. ഇസ്ഹാക്ക്, റബേക്ക അവിടെ നിന്ന് ഓടിപ്പോകുകയാണ്. ഹാരാനിലേക്ക് ഓടിപ്പോകുന്നതിന് മധ്യത്തിലാണ് ബത്തേലിൽ വന്ന ലൂസ് പട്ടം, അത് ബത്തേലായി മാറിയത്. അവിടെ എൻകൗണ്ടർ. ബത്തേൽ എന്താ കാണിക്കുന്നത്? ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ അപ്പം, വചനമാകുന്ന അപ്പം. That's the place of encounters again. Bethel is the place, is the house of God. ഓ, സ്വർഗ്ഗത്തിന്റെ കവാടം ഇവിടെ തുറന്നിരിക്കുക. ഭയങ്കര ആരാധനയും ഇന്റിമസിയും വർഷിപ്പിന്റെ ഒരു തലം, സ്വർഗം തുറന്ന് ഇരിക്കുന്ന ഒരു തലം. That's the place of Bethel. ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലം ബേഥേൽ. ദൈവിക അനുഭവങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ, ഉടമ്പടികളും വാഗ്ദത്തങ്ങളുടെ സ്ഥലമാണ് ബേഥേൽ. ഏലിയാവ് പറയാ, ബേഥേലിൽ നീ അങ്ങ് നിൽക്ക്, എനിക്ക് അടുത്തൊരു യാത്രയുണ്ട്. I must go to Jericho. Hallelujah. എലീശ പറയുകയാണ്, യഹോവയാണേ നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല. Hallelujah. ബേഥേലിൽ നിന്ന് നല്ല കൂട്ടായ്മയും ഇന്റിമസിയും സ്നേഹവും ആരാധനയും സ്വർഗത്തിന്റെ ദർശനങ്ങൾ കാണുന്ന ആ തലത്തിൽ നിന്ന് ഏലിയാവ് എരിക്കോയിലേക്ക് പോകുക. എരിക്കോ എന്താ കാണിക്കുന്നത്? എരിക്കോ യുദ്ധത്തെ കാണിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ദൈവിക അധികാരവും അഭിഷേകവും ഉപയോഗിച്ച് വാഗ്ദത്ത നാട്ടിലുള്ള പൈശാചിക കോട്ടകളെ തകർത്ത് കളയുന്ന ഒരു ആത്മയുദ്ധത്തിന്റെ സ്ഥലമാണ് എരിക്കോ. That's the place of confrontation and warfare. ബേഥേലിൽ നിൽക്കുന്ന സുഖകരമാണ്, അവിടെ നിന്നാൽ സ്വസ്ഥതയുണ്ട്. പക്ഷെ എരിക്കോയിലേക്ക് ഒരു യാത്രയുണ്ട്. That's the place of open war. ദൈവമാണ് കർമ്മേലിൽ ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഇതാ യോശുവ എരിക്കോയിലേക്ക് പോകുന്നു. എരിക്കോയിൽ പൈശാചിക കോട്ടകളെ തകർത്ത് ഒരു ആത്മയുദ്ധത്തിലൂടെ അതിനെ പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. ഏലിയാവ് പറയുക, നീ ജെരിക്കോയിൽ നിൽക്ക്, മതി മതി, അവിടെ നിൽക്ക്. എലീശ വീണ്ടും പറയുക, യഹോവയാണേ നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല. യോർദാൻ കടന്ന് അപ്പുറം പോകുകയാണ്. എന്താണ് യോർദാൻ കാണിക്കുന്നത്? യോർദാൻ കാണിക്കുന്നത് നാം പൂർണ്ണമായി മരിച്ചു. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി നാം ഇല്ലായ്മയായി. ഞാനല്ല, ക്രിസ്തുവിനെ ജീവിക്കുന്നത്. That's the place of total abandonment unto God. Crossing Jordan is not easy. യോർദാൻ കടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയം തകരണം. It speaks about absolute surrender, deep consecration. I'm crucified. I'm totally his. എനിക്ക് എന്റെ ഒരു ഉദ്ദേശമില്ല. Christ liveth in me. Amen. Hallelujah. Hallelujah. ഗിൽഗാലിൽ നിൽക്കുന്നത് സുഖകരമാണ്, ബേഥേലിൽ അതിനേക്കാൾ സുഖകരമാണ്. പക്ഷേ ഒരു യെരിക്കോ ഉണ്ട്. അത് കഴിഞ്ഞ് യോർദാൻ കടന്നപ്പോഴാണ് ഏലിയാവ് ചോദിക്കുന്നത്. യെസ്, 9-ാമത്തെ വാക്യം. അവൻ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശ ഈ ലെവലുകൾ ക്രോസ് ചെയ്യുമ്പോഴാണ് പല ദൗത്യങ്ങളും നിയോഗങ്ങളും പല ട്രാൻസ്ഫറുകളും ഇംപാർട്ടേഷനുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന വിളി അതിന്റെ അടുത്ത ഡയമെൻഷനിലേക്ക് തുറന്നു വരുന്നത്. നീ ഗിൽഗാൽ ക്രോസ് ചെയ്യുമോ? നീ ഗിൽഗാലിൽ തന്നെ തമ്പടിച്ചു നിൽക്കുമോ? അതോ ഗിൽഗാലിൽ നിന്ന് നീ ബത്തേലിലേക്ക് പോകുമോ? ബത്തേലിൽ നിന്ന് നീ എരിക്കോയിലേക്ക് പോകുമോ? എരിക്കോയിൽ നിന്ന് നീ യോർദാൻ കടക്കുമോ? കടന്നാൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമുക്കതൊന്ന് വായിക്കാം. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ചോദിച്ചുകൊള്ളുക. ഞാൻ എന്താ എലീശ നിനക്ക് ചെയ്തു തരേണ്ടത്? ഞാൻ എന്താ എലീശ നിനക്ക് ചെയ്തു തരേണ്ടത്? നീ എന്താ എന്നെ ഇങ്ങനെ അനുഗമിക്കുന്നത്? അതിന് നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ മുകളിലുള്ള ഇരട്ടി പങ്ക്, ഹല്ലേലൂയ, നിന്റെ മുകളിലുള്ള
ആ പരിശുദ്ധാത്മാവിന്റെ നമ്മൾ ഇരട്ടി പങ്കഭിഷേകം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അരുളുകയാണ്. It's a double portion of that call of God, of that prophetic spirit. ആ പ്രവചനാത്മാവ് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ നിയോഗത്തിന്റെ ഒരു ഇരട്ടി ദൗത്യത്തിലേക്കാണ് ദൈവം നമ്മൾ നടത്തുന്നത്. ഇന്ന് എത്ര പേർക്ക് വേണം? എത്ര പേര് ആ വില കൊടുക്കാൻ തയ്യാറാണ്? എത്ര പേര് ആ പ്രക്രിയയിൽ കൂടെ പോകുവാൻ തയ്യാറാണ്? ഈ അന്ത്യകാല ദൈവപ്രവർത്തികളിൽ അളവില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിനെ, പ്രവചനാത്മാവിനെ ദൈവം പകരുമ്പോൾ, ഏലിയാവിന്റെ ആത്മാവിനെ ദൈവം പകരുമ്പോൾ, ഇന്ന് എത്ര പേരൊന്ന് പറയും, കർത്താവേ, ഞാൻ അങ്ങനെ ശബ്ദം കേട്ടു, ഞാൻ ഗിൽഗാലിൽ നിൽക്കുകയില്ല, ഞാൻ ബേഥേലിൽ ഒതുങ്ങി പോകുകയില്ല, ഞാൻ എരിഗോയിൽ കർത്താവേ അവിടെ പട്ടുപോകുകയില്ല, ഞാൻ യോർദാൻ കടന്ന് ഞാൻ അക്കരെ വരും. അപ്പോൾ ഏലിയാവ് പറയുന്ന ഒരു ചോദ്യം, എനിക്ക് നിന്റെ മേൽ എന്തിനാ എലീശ നിനക്ക് ഈ ഇരട്ടി പങ്ക്? എന്തിനാണ് ഈ ഇരട്ടി പങ്ക് അഭിഷേകവും നിയോഗവും ഒക്കെ? എന്റെ ഹൃദയം ദൈവത്തിനായി, ദൈവത്തിന്റെ പദ്ധതികൾക്കായി, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ഇസ്രായേലിൽ ദൈവത്തിന്റെ നാമം ദൂഷിക്കുമ്പോൾ, ജനം പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ, അന്യാരാധനയിലേക്ക് പോകുമ്പോൾ, ഏലിയാവേ, നീ മുഴുക്കിയ ഒരു ശബ്ദം പോലെ എനിക്കും ആ ശബ്ദം എന്റെ ദൈവത്തിന് വേണ്ടി മുഴക്കണം. Hallelujah. Elisha, a man who was consecrated for God. Yes, നമുക്ക് വായിക്കാം അടുത്ത വാക്യം. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. നീ പ്രയാസമുള്ള കാര്യം. അതേ പ്രിയപ്പെട്ടവരെ, 1 രാജാക്കന്മാർ 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ എലീശയുടെ മേൽ പുതപ്പ് എറിഞ്ഞു. ഇന്ന് ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേലെല്ലാം ഈ വചനം നിങ്ങളിലേക്ക് എത്തിയെങ്കിൽ നിങ്ങളും അതിന്റെ ഒരു ഓഹരിക്കാരായതുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്, ഈ ദൂത് നിങ്ങളിലേക്ക് വന്നത്. പക്ഷെ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നിന്ന് 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിലേക്ക് വരണമെങ്കിൽ അവിടെയും ഒരു പ്രോസസ് ഉണ്ട്, ഒരു പ്രൈസ് ഉണ്ട്. There is a process and there is a price to be paid. നീ ചോദിച്ചത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Yes, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ, നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. It's costly. ഇത്രയും കാലം എന്റെ കൂടെ നടന്നതല്ലേ, ഞാൻ നിനക്ക് ഇരിക്കട്ടെ? ഇല്ല. ഒത്തിരി ശിഷ്യന്മാരുണ്ടെന്നേ, ഏലിയാവിന്റെ ഒത്തിരി പ്രവാചക മക്കളുണ്ടെന്നേ. ഏലിയാവിന് അറിയാം എലീശയാണ് ദൈവം കണ്ടിരിക്കുന്നത്, അവന് ആ വില കൊടുക്കാൻ തയ്യാറായിരിക്കുന്നെന്ന് ഏലിയാവിന് അറിയാം. പക്ഷേ that mantle did not fall just like that. Elisha had to qualify for his mantle. നീ ചോദിക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ കണ്ടാൽ. എലീശ എന്ത് ചെയ്തു? ഏലിയാവ് പറഞ്ഞു, നീ കണ്ടില്ലെങ്കിൽ കിട്ടത്തില്ല. അയ്യോ, ഇതെന്താ സെറ്റപ്പാ, കണ്ടില്ലെങ്കിൽ കിട്ടത്തില്ല. എലീശ ഇടറിപ്പോയില്ല, വിഷമിച്ചു പോയില്ല, നിരുത്സാഹപ്പെട്ടു പോയില്ല, പിൻവാങ്ങിയില്ല. There is a price to be paid. Hallelujah. എത്ര വലിയ വിളിയാണോ, എത്ര വലിയ നിയോഗമാണോ, എത്ര വലിയ ഉത്തരവാദിത്തമാണോ ദൈവം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ നമ്മൾ വായിക്കുന്നു അടുത്ത വാക്യങ്ങൾ എന്ന് വായിക്കാം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്നിട്ട് അവരെ തമ്മിൽ വേർപിരിച്ചു. അഗ്നിരഥകളും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. Elisha was a man of focus. Elisha was a man of determination. Elisha was a man of purpose, of focus, of diligence, of perseverance, of humility, of loyalty, of single-mindedness. Elisha, oh yes, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. എലീശയുടെ മേൽ ആ പുതപ്പ് വന്നു, തന്റെ പുതപ്പ് കീറി ദൈവം തനിക്ക് വേണ്ടി വെച്ച ആ പുതപ്പ് താൻ ഇടുകയാണ്. യോർദാനെ താൻ അടിക്കുന്നു, അത് രണ്ടായി വിഭജിച്ചു മാറുന്നു. അന്നോട്ട് ജനം പറയുകയാണ്, ഏലിയാവിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആത്മാവ് ഇപ്പോൾ എലീശയുടെ മേൽ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 15-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. യെസ്. യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞു. 15. And when the sons of the prophets which were to view at Jericho saw him, they said, the spirit of Elijah that rests on Elisha. And they came to meet him, bowed themselves to the ground before him. There is a price to be paid. Hallelujah. And a process to be walked into. എത്ര പേര് അതിനു വേണ്ടി തയ്യാറാണ്? ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇതുപോലെ കാലം ഒന്നുകൂടെ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: Are we willing to pay the price and go through the process?
Are we willing to pay the price and go through the process for the high prophetic voice in the nations of the world? രാജ്യങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ ദൂതവാഹകരായി ഏലിയാവിന്റെ ആത്മാവിനെ ഹോസ്റ്റ് ചെയ്യുവാൻ, പ്രവാചക ആത്മാവിനെ ഹോസ്റ്റ് ചെയ്യുവാനുള്ള ഒരു ദൈവഭൃത്യനായി, ഒരു ദൈവമകളായി, ഒരു ദൈവസഭയായി, ഒരു പ്രൊഫറ്റിക് ചർച്ചായി തീരുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഏലിയാവിന്റെ മേൽ ആത്മാവ് വന്ന് ആവസിക്കുവാൻ കാരണം, ദ സ്പിരിറ്റ് ഓഫ് എലൈജ എന്ന് അറിയപ്പെടുവാൻ കാരണം, താൻ കെരീത്തിന്റെ അനുഭവത്തിൽ നിന്ന് താൻ സരാഫാത്തിലേക്കും, സരാഫാത്തിൽ നിന്ന് കർമ്മേലിലേക്കും, കർമ്മേലിൽ നിന്ന് യെസബേലിനെ നേരിടുവാനും, അവിടെ നിന്ന് ബർഷേബയിലേക്കും, അവിടെ നിന്ന് ഹോരേബിലേക്കും യാത്രയായി. അതുപോലെ തന്നെ എലീശ, ഏലിയാവിന്റെ ആത്മാവ് തന്റെ മേലെ ഇരട്ടിപ്പങ്കായി ആവസിക്കുവാൻ കാരണം, എലീശയും ആ വില കൊടുത്തു ആ പ്രക്രിയയിലൂടെ പോകുവാൻ ഇടയായി തീർന്നു. ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്കും, ബേഥേലിൽ നിന്ന് യെരിക്കോയിലേക്കും, യെരിക്കോയിൽ നിന്ന് യോർദാൻ കടന്ന് ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഏലിയാവിന്റെ ആത്മാവിനെ എലീശയുടെ മേൽ ആവസിപ്പിക്കുവാൻ, ആ പുതപ്പ് തന്റെ മേൽ പ്രകടമാകുവാൻ ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി, കർത്താവേ ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേട്ടു, ആ വില കൊടുക്കുവാൻ, ആ പ്രക്രിയയിലൂടെ പോകുവാൻ, we are willing God to pay the price and go through the process as a prophetic church, as a prophetic company, oh God. ഞങ്ങളുടെ ഭാരതദേശത്തിലും രാജ്യങ്ങളിലും ഒരു പ്രവാചകനുണ്ടോ എന്ന് യഹോശഫാത്ത് രാജാവ് ചോദിച്ചപ്പോൾ, ഇതാ ഏലിയാവിന്റെ കയ്യിൽ വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകനായ എലീശ ഉണ്ട്. There is a man who can speak the counsels of God. There is a man, there is a church, there is a company, there is a voice that can make known the counsels of God. ഞങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ആ പ്രക്രിയയിലൂടെ പോകുവാൻ, ആ വില കൊടുക്കുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. Yes Lord, here we are, here we are, here we are. അതേ അടിയനിതാ ദൈവാ, അടിയനിതാ Amen, 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 amen.